ഗ്രഹയോഗത്തിൽ ഇന്ന് ബുധശുക്ര യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യുക്തിയോഗ ആണ്. ബുധശുക്ര യുക്തിയോഗ അതൊരു പോസിറ്റീവ് യോഗയാണ്. ഗ്രഹയോഗങ്ങളാണ് ഒരുപക്ഷെ ഒരു ജാതകം നോക്കുന്നതിൽ ഏറ്റവും നമ്മളെ സഹായിക്കുക. അപ്പോൾ നമ്മൾ ആ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നോക്കണം. ഏത് ഭാവത്തിന്റെ അധിപന്മാരാണ് ആ ഗ്രഹങ്ങൾ നോക്കണം. ഉദാഹരണത്തിന് മേട ലഗ്നമായിട്ടുള്ളവർക്ക് 3ന്റെ 6ന്റെ അധിപനാണ് ബുധൻ. ശുക്രനാണെങ്കിൽ 2ന്റെ 7ന്റെ അധിപനാണ്. അപ്പോൾ 2 മാരകന്മാർ തമ്മിലുള്ള ഒരു യോഗം. അപ്പോൾ അതൊരിക്കലും പോസിറ്റീവ് ആവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ ഇത് വളരെയധികം അവരെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും കലാപരമായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവരെ വളരെയധികം സഹായിക്കും. പ്രത്യേകിച്ചും സംഗീതം, അതായത് വായ്പാട്ടെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പ്രസംഗം, അങ്ങനെയൊക്കെ മിമിക്രി, അങ്ങനെയൊക്കെയുള്ള കലാരംഗത്തൊക്കെ ഉള്ളവരെ ഇങ്ങനെയുള്ള യോഗമുണ്ടെങ്കിൽ വളരെയധികം സഹായിക്കും. അവർ കാഴ്ചയിൽ വളരെ ചെറുപ്പമുള്ളവരും നല്ല ഭംഗിയുള്ളവരും ഒക്കെ ആകാനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകിച്ചും ലഗ്നത്തിലൊക്കെ ആണെങ്കിൽ ഈ എഫക്റ്റ് ഒക്കെ കൂടുതൽ വരിക 5 ഡിഗ്രിയിൽ താഴെയാണ്. ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം, ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കലാവാസനയൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. അവർക്ക് സൗന്ദര്യം ഉണ്ടെന്നൊക്കെ പറയുന്നവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും. പിന്നെ ആക്ടിങ്ങിൽ താല്പര്യം കാണും, മ്യൂസിക്കിൽ കാണും, മിമിക്രിയിൽ കാണും, അങ്ങനെ പല കലാരൂപങ്ങളിൽ ഇവർക്ക് താല്പര്യം കാണും. ഏത് ഗ്രഹയോഗം നോക്കുമ്പോഴും ആദ്യം നമ്മൾ അവയുടെ കാരകത്വങ്ങൾ നോക്കണം. ഈ 2 ഗ്രഹങ്ങളുടെയും കാരകത്വങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ സൈസ് സ്വഭാവമായിരിക്കും ഉടലെടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഈ ഭാവത്തിൽ, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ആ ഭാവത്തിന്റെ കാരകത്വങ്ങൾ, ആ രാശിയുടെ പ്രത്യേകതകൾ, ഇത്രയും നോക്കിയിട്ട് തന്നെത്താനെ നമ്മൾ വിശകലനം ചെയ്യണം. അങ്ങനെയാണ് വേണ്ടുന്നത്. അല്ലാതെ എല്ലാം ഇങ്ങനെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്, ആ നക്ഷത്രത്തിന്റെ പാദം വരെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ വളരെയധികം കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതുവരെ നമ്മൾ പറഞ്ഞ ആ നല്ല സ്വഭാവങ്ങൾ കിട്ടുക 1, 2, 3, 5, 7, 8, 10, 12 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴായിരിക്കും. 12 നമ്മളൊന്ന് സൂക്ഷിക്കണം. 12 ചിലപ്പോൾ നെഗറ്റീവ് ആകാനാണ് കൂടുതൽ ചാൻസ്. ശുക്രൻ 12 നിൽക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുന്നെങ്കിലും അത്രയ്ക്ക് അങ്ങ് നമ്മൾ അതിന് ഇത് കൊടുക്കണ്ട, ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കാരണം 12 ഏത് ഗ്രഹം നിന്നാലും കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ബുധനും ശുക്രനും ഏതിനാണ് കൂടുതൽ ഡിഗ്രി ബലമെന്ന് നോക്കണം. അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളത്. കൈയും കൊണ്ട് ചെയ്യുന്ന എന്ത് കലയിലും ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡ്രോയിങ്ങിലായാലും അതുപോലെ എഴുത്തിലായാലും ഒക്കെ ശോഭിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടും നല്ലതാണ് കാണിക്കുന്നത്. കാരണം ബുധൻ ശുക്രന്റെ കൂടെയല്ലേ. ശുക്രൻ എന്ന് പറയുന്ന ആഡംബരത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ ഗ്രഹമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇവർക്ക് ടെക്നോളജിയിലായാലും കണക്കിലായാലും സയൻസിലായാലും എഞ്ചിനീയറിംഗിലായാലും ഒക്കെ നല്ല ടാലന്റ് കാണും. വളരെ ശാന്തരായിട്ട് നല്ലോണം ബിഹേവ് ചെയ്യാനുള്ള ഒരു കഴിവ് കാണും ഇവർക്ക്. എല്ലാവർക്കും അങ്ങനെ നമുക്ക് മറ്റു ഗ്രഹങ്ങളും കൂടെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ പിന്നെയാണെങ്കിൽ എപ്പോഴും നല്ല സന്തോഷം, ഉന്മേഷഭരിതമായിട്ട് കാണും. നല്ല കൊച്ചു കുട്ടികളെ പോലെ നല്ല ചിയർഫുൾ ആയിരിക്കും. എപ്പോഴും നല്ല തമാശയൊക്കെ പറയുന്നവരായിരിക്കും. നല്ല അട്രാക്ഷൻ ആയിരിക്കും കാണാനൊക്കെ. ഇവർ പോകുന്നിടത്തെല്ലാം എന്തോ ഭയങ്കര ഒരു എനർജി ഇവർ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. നല്ല മധുരതരമായ സംസാരമായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ട്രേഡ് യൂണിയനൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഹെഡൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ സ്ത്രീകളുടെ പോലത്തെ അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അത് അങ്ങനെ ഒരു കുഴപ്പം കൂടി ഈ ഒരു ഗ്രഹയോഗത്തിനുണ്ട്. ഏകദേശം 60% പേർക്ക് വരാവുന്ന ഒരു യോഗമാണിത്. അപ്പോൾ 60% പേരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ആ ഗ്രഹനില അല്ലെങ്കിൽ ആ ജാതകം അനുസരിച്ച് ഇവർക്ക് അതിനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയൊരു സ്വഭാവമായിരിക്കും. ഇനി ഈ യോഗം കേന്ദ്രങ്ങളിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് അട്രാക്ഷനും ഒക്കെ ആ കേന്ദ്ര ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ്. 6, 8, 12 നിൽക്കുമ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ ഗ്രഹയോഗങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും വ്യത്യാസം വരും. ഇവർ നല്ല കേൾവിക്കാരാണ്. നമ്മൾ പറയുന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റോടെ കേട്ടിരിക്കും. പിന്നെ CA, ബാങ്കിങ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ, അതായത് ധനപരമായ ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലെല്ലാം ഇവർക്ക് ശോഭിക്കാൻ
കഴിയും. ഇവരുടെ പങ്കാളിയും വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. പഠനത്തിൽ മറ്റുള്ളവരെക്കാളും ഒക്കെ മികവ് പുലർത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ ക്ലാസ് ഫസ്റ്റ് ഒക്കെ കിട്ടുന്ന പിള്ളേരില്ലേ, അവരൊക്കെ ഇങ്ങനെയുള്ള യോഗമുള്ളവരാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബുധൻ ശുഭഗ്രഹങ്ങളോട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവ് കൂടുതലായിരിക്കും. മറ്റുള്ളവരൊക്കെ നല്ല ബഹുമാനിക്കുന്ന ഒരു സ്വഭാവവിശേഷമായിരിക്കും ഇവർക്ക്. മറ്റു ചില സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ആ ജാതകം അനുസരിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. ഈ യോഗം ഇപ്പോൾ കർക്കിടക രാശിയിലല്ലേ, ആ കർക്കിടക രാശിയിൽ ഇങ്ങനെയൊരു യോഗത്തോടു കൂടി ജനിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നല്ലോണം കെയർ ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് മെഡിക്കൽ ഫീൽഡ്, നഴ്സിംഗ് മേഖലയിലൊക്കെ ശോഭിക്കാൻ വളരെയധികം കഴിവാണ്. അങ്ങനെ രാശി വെച്ചുകൊണ്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ലവ് ഫെയിലിയർ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ വളരെയധികം സങ്കടത്തോടൊന്നും നിൽക്കത്തില്ല. കാരണം ബുധനാണെങ്കിൽ എളുപ്പം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹവും വീനസ് എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെയൊക്കെ ഗ്രഹവുമല്ലേ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എളുപ്പം അവർക്ക് അതിൽ നിന്നും ഓവർകം ചെയ്തിട്ട് മറ്റൊരു ബന്ധത്തിൽ ചാടാനുള്ള കഴിവ് കാണും. ഇപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്യുകയാണെന്ന് നിൽക്കട്ടെ, അവിടെ അവർക്ക് മറ്റുള്ളവരെക്കാൾ മികവ് പുലർത്താൻ കഴിയും. ഇപ്പോൾ ഈ യോഗം എട്ടാം ഭാവത്തിലാണെങ്കിൽ ഇവരുടെ എഡ്യൂക്കേഷനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. യോഗം 10ാം ഭാവത്തിലാണെങ്കിൽ അവർക്ക് CA, പിന്നെ ഫിലിംസ്, ബ്യൂട്ടി പാർലർ, പിന്നെ എഴുത്തുകൾ, മ്യൂസിക്, ഇങ്ങനെ കലാപരമായിട്ടുള്ള മറ്റു കഴിവുകൾ, അതിലൊക്കെ ആർക്കിടെക്ചർ അങ്ങനെയൊക്കെ ഇല്ലയോ, അതിൽ നിന്നൊക്കെ പൈസ കിട്ടാനുള്ള ചാൻസ് അതായത് വരുമാനം കൂടുതൽ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വീട്ടിലൊക്കെ ഒരുപാട് അഡിക്ഷൻ ഉള്ളവരില്ലയോ, അവർക്കും ഈ യോഗം ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സ്ത്രീകളിലാണ് ഈ യോഗം ഉള്ളതെങ്കിൽ അത് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഗ്രൂപ്പ് വർക്കിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുമായിട്ട് കൂടുതൽ കണക്ഷൻ കാണും, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളെ ആയിരിക്കും കൂടുതൽ സഹായിക്കുക. യോഗമുള്ളവരിൽ പലരും അത്യാഗ്രഹികളാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. എപ്പോഴും പൈസ വേണം അങ്ങനെ ഒരു വിചാരം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബുധനാണ് ബലം കൂടുതലെങ്കിൽ പണപരമായ ഇടപാടുകളിലും അത് പണം നേടാനുള്ള അങ്ങനെയൊക്കെയുള്ള കഴിവുകളിലൊക്കെ വളരെയധികം ടാലൻറ്റ് കാണും. അങ്ങനെയൊക്കെയുള്ള ടാലൻ്റ് ആയിരിക്കും കൂടുതലും. ശുക്രനാണെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകൾ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ രണ്ട് ഗ്രഹങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു പുതിയൊരു ഗ്രഹത്തെ പോലെയാണ് പെരുമാറുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. അതുപോലെ മാർക്കറ്റിംഗ് മേഖല, അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഇവർ വലിയ ആരാധകരായിരിക്കും. നല്ലതുപോലെ ഡ്രസ്സ് ചെയ്യുന്നവരായിരിക്കും. എപ്പോഴും നല്ല ഇങ്ങനെ തേച്ച് മിനിക്കൊക്കെ ഇരിക്കത്തില്ലേ ഡ്രസ്സ്, അങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതായത് ഇവരുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളിവ് പോലും വരുന്നത് ഇവർക്കത്ര ഇഷ്ടമായിരിക്കില്ല. ഇപ്പോൾ വിഷയോഗമൊക്കെയുള്ള ജാതകത്തിലാണെങ്കിൽ ഇതെല്ലാം വ്യത്യാസം വരുമേ. അതുപോലെ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ 4ാമത്തെ ഭാവത്തിലാണ് ബുധനും ശുക്രനും നിൽക്കുന്നത്. മേടലഗ്നമായതുകൊണ്ട് തന്നെ 2 മാരകന്മാരുടെ യോഗമായിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ 4ലായതുകൊണ്ട് അതുകൊണ്ട് അമ്മ വീട്ടുകാരിൽ നിന്നൊക്കെ നല്ല ഗുണങ്ങൾ കിട്ടുകയും അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടുകയും അങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങളും ഉണ്ടാകും. എല്ലാ സ്ഥിതികൾക്കും ഒരു പോസിറ്റീവ് സൈഡും ചിലത് നെഗറ്റീവ് സൈഡും ഒക്കെ കാണും. നമ്മൾ അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ മനസ്സിലാക്കിക്കൊണ്ട് നെഗറ്റീവ് സൈഡുകൾ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ജ്യോതിഷം പഠിക്കുന്നതും. ഓം നമഃ ശിവായ.